അപ്പോൾ പിള്ളേരെ അംഗൻവാടിയിലാക്കിക്കൊണ്ട് ഞാനും ഹസ്ബൻഡ് അനിയനും കൂടെ വൈറ്റില ഹോസ്റ്റലിലേക്കാണ് കേട്ടോ പോയത്. ചെന്നപ്പോൾ തന്നെ ബ്രെഡ് ബോൾട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, കാരണം ഈസ്റ്റർ ടൈം ആയതുകൊണ്ടായിരിക്കും. നല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് ക്യൂട്ട് എഗ്സ് ഉണ്ട് കണ്ടത്. അതൊക്കെ കണ്ട് ഞങ്ങൾ ഫ്രണ്ടോട്ടൊക്കെ കുറച്ച് നടന്നങ്ങോട്ട് പോയപ്പോഴേക്കും ആ ഒരു സെക്ഷൻ തന്നെ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അത് ഫുൾ ഓഫ് ചോക്ലേറ്റ് മാത്രമല്ല പല ടൈപ്സ് ഉണ്ട് അവിടെ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സൈഡിൽ കുറേ ഫ്രീസേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, പ്രോൺ ഐറ്റംസ്, ചിക്കൻ, ബഫല്ലോ, അങ്ങനെ എല്ലാ ഐറ്റംസും, നഗറ്റ്സ്. അങ്ങനെ അപ്പം ഞങ്ങൾ അതൊക്കെ എടുക്കാനാണ് പോയത്, കാരണം ഞങ്ങളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ കുറേ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കണ്ടു. പിന്നെ നീണ്ട നിരന്നിൽ നല്ല സ്പൈസസും പിന്നെ നട്ട്സും അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴേക്കും ഒരു സെക്ഷൻ ഞാൻ നോക്കിയപ്പോഴേക്കും കുറേ നൂഡിൽസ്, കപ്പ് നൂഡിൽസ്, വെറൈറ്റി ഓഫ് കപ്പ് നൂഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്സ്റ്റേഴ്സിലോട്ട് പോയി. അപ്പോൾ അവിടെ കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ്, ക്യാൻഡിൽസ്, അതൊക്കെ നമ്മൾ മെയിനായിട്ട് ക്രിസ്മസിലൊക്കെ വെക്കുന്നത് ടൈപ്പായിരുന്നു കേട്ടോ. കുറച്ച് റേറ്റ് ഉണ്ടാവുമായിരിക്കാൻ ഞാൻ നോക്കിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബിൽ സെക്ഷനിലോട്ടൊക്കെ പോയി ബില്ലൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല നാടൻ വലിയ പിലോപ്പി തിളപ്പിച്ചതും നല്ല മുരിങ്ങാക്കോല് കറിയും നല്ല പടവലങ്ങ തേങ്ങ അരച്ചതും കൂട്ടി ഞങ്ങളുടെ ചോറ് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വാങ്ങിയ കുറേ സാധനമുണ്ടല്ലോ, ചിക്കൻ്റെ ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തു. പെരി പെരി സോസും കൂട്ടി അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വിട്ടേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ.